ദാണ്ട മക്കളെ, ഇവനാണ് തിരുതക്കണമ്പ്. ഇതുപോലെ ഏറ്റവും കൂടുതൽ പതപ്പിച്ച് പതയുടെ താഴെ, അതായത് കടൽ തീരത്തെ തിരയൊടിഞ്ഞു വരുന്ന പതയുടെ താഴെ കൂടി മണ്ണിളകി കിടക്കുന്ന ആ ഇരുട്ടത്തുകൂടി പറന്ന് കുതിക്കുന്ന ഈ കണമ്പിന് കൊച്ചിക്കാർ തിരുതക്കണമ്പെന്ന്, അതിൻ്റെ ചെറുതിനെ കണമ്പ് മാലാനെന്നൊക്കെ വിശേഷിപ്പിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു 2 തിരുതക്കണമ്പ് നമുക്കിവിടെ കിട്ടി മക്കളെ. ഇറ്റലിയിലും ഉണ്ട് തിരുത. അപ്പോൾ ഈ തിരുതക്കണമ്പ് അതിൻ്റെ ചെതുമ്പലും അതിനുള്ളിലെ പണ്ടും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയത് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട് മക്കളെ. അതിലേക്കിടാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി, സവോളയും ഒരല്പം പുളിയും, അല്പം പുളി പോരാ കേട്ടോ, നമുക്ക് അത്യാവശ്യം ഈ 2 കണമ്പിന് പിടിക്കാവുന്നത്ര നമ്മൾ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉരുളിപ്പാത്രം എടുത്ത് അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളിത് ഉലുവ അങ്ങ് പൊട്ടിച്ചിട്ട് മക്കളെ. ഉലുവ പൊട്ടിയങ്ങ് മറിയുന്ന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് വേപ്പലൂടെ അങ്ങോട്ട് വാരി വിതറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കറിവേപ്പിൻ്റെ അംഗം ഉദ്ഘാടനം കിട്ടും. കറിയും വാരിയിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒപ്പം നമ്മളിത് ആ കാണുന്ന സവാളയും കൂടി ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അത് വഴറ്റിയെടുക്കുന്നതിന് നമ്മളേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇളക്കി ആവശ്യത്തിന് അതിൻ്റെ സവാളയിലെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പും കൂടി വാരി വിതറി അത് വീണ്ടും നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് എല്ലാം കൂടി ക്ഷീണിച്ച് അവശരായി ഒരുമിക്കുന്ന രീതിയിൽ അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം നമുക്ക്. അങ്ങനെ നമ്മളത് ആ പരുവത്തിനായ ഇതിലേക്ക് നമ്മളിത് പുളി വാരിയിടുകയാണ്. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുളി ഉണ്ടല്ലോ, ആ പുളിയും കൂടി വാരിയിട്ട് വീണ്ടും അതും കൂടി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ പുളിക്ക് ഒരു ബലവും വെക്കും. അതിനുശേഷം തിളക്കുമ്പോൾ ഉണ്ടല്ലോ ആ പുളി ഇളകാൻ എളുപ്പമാകും. അപ്പം നമ്മൾ ആ പുളിയെല്ലാം വാരി തരുന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയെല്ലാം നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് ആ കറിയോട് നല്ല രീതിയിൽ കുഴമ്പ് പരുവത്തിൽ കിട്ടുന്ന പരുവത്തിൽ നമ്മളത് ആ എണ്ണയിലും എല്ലാത്തിലും ആക്കി ഈ പരുവത്തിലാക്കിയത്. ഇതിലേക്ക് നമ്മൾ അംഗം തുടങ്ങും. നമുക്ക് നമ്മൾ നേരത്തെ കണ്ട കണമ്പ് അത്യാവശ്യം വലുപ്പമാണെന്നേ. അപ്പോൾ ആ കണ്ട കണമ്പിന് നമ്മളൊന്ന് വേവിച്ചെടുക്കണമെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളം അതിനകത്തൊക്കെ ഒഴിക്കും. ആ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ മൂടിപ്പാത്രം കൂടി ഒന്ന് തിളപ്പിക്കുമ്പോഴുണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അങ്ങനെ നമ്മൾ തിളപ്പിച്ച് ആ മൂടിപ്പാത്രം നിന്നും ആവി ഇറ്റി വീഴുന്ന രീതിയിൽ ആ കറിയിലേക്ക് വീഴുന്ന മൂടിപ്പാത്രം മാറ്റി വെച്ചിട്ട് നമ്മുടെ അതേ കണമ്പിന് 2നെയും സ്നാനം ചെയ്യുക. അങ്ങനെ ഇവർ 2 പേരും അതിനകത്തേക്ക് അമർത്തി ആ മുളകിൻ്റെ ചാറെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ദേഹത്തൊക്കെ കോരി വെച്ച് ഒരാളെ അപ്പുറവും ഇപ്പുറം 2 രീതിയിൽ തല അപ്പുറവും ഇപ്പുറം കാണിച്ചുകൊണ്ട് അവരുടെ വയറിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ അരപ്പ് കയറുന്ന രീതിയിൽ കോരിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ചെറുതീയിൽ ഇങ്ങനെ ഇട്ട് വേവിക്കണം. ഇങ്ങനെ വെന്ത് പരുവത്തിലാകുന്ന സമയത്ത് വീണ്ടും നമ്മൾ അതിൻ്റെ മൂടിപ്പാത്രം ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം ഇതായി കഴിയുമ്പോൾ അതിനകത്തുള്ള ജലാംശമൊക്കെ കുറഞ്ഞ് ആ തിരുതക്കണമ്പൊന്ന് വെന്ത് കഴിയും. ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ആ മൂടിപ്പാത്രം വെച്ച് ഒന്നുകൂടി കുറച്ച് നേരം ഒന്ന് തീ വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ കറിവേപ്പില ഇടുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇച്ചിരി നമ്മുടെ വെളിച്ചെണ്ണ ഇട്ട് കഴിയുമ്പോൾ കറിയുടെ രുചിയൊന്നും വേറെ അല്ലേ. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ, ഇടുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ, ഉപ്പല്ല. ആ വെളിച്ചെണ്ണ കൂടി ഇട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വാരി വിതറിയതിന് ശേഷം ഈ കറി ഒന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കൂടി അടപ്പത്ത് വെച്ചേച്ചും നമ്മൾ ആ മൂടിപ്പാത്രം ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീലിംഗാണ് മക്കളെ. ഈ കാണുന്ന കറി ഇതിൻ്റെ ഉള്ളിലെ മീൻ കഷ്ണം കൂട്ടിയില്ലെങ്കിലും ആ ചാറ് അല്ലെങ്കിൽ ആ അരപ്പ് മാത്രം എടുത്തിട്ട് ചോറുണ്ണാനാണെങ്കിലുണ്ടല്ലോ സുന്ദരമായിട്ടൊരു പാത്രം ചോറുണ്ണാൻ പറ്റും. ഇപ്പം നാവിൽ കൊതിയൂറുന്ന ഈ മീൻ കറി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒക്കെ ഒരു കമൻറ്റും കൂടി ഇടാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം.